ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ഷോർട്ട് ടേമിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന 3 ബിസിനസ്സുകളെ കുറിച്ചാണ്. പലപ്പോഴും ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോൾ ലോങ് ടേമിലേക്ക് പ്രോഫിറ്റ് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ലോങ് ടേമിലേക്ക് ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഒക്കെ കണ്ടുകൊണ്ട് ആരംഭിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ പലർക്കും ഒരുപാട് കാലം വെയിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് ടേമിൽ പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കുന്ന കുറച്ച് ബിസിനസ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഒരുപാട് സാധ്യതകളുള്ള ഒരു ബിസിനസ്സാണ്. എന്നാൽ നമ്മൾ സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നൊക്കെ വിളിക്കാൻ സാധിക്കുമോ എന്ന് പലർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. പ്രൈവറ്റ് ട്യൂഷൻസ് ആണ്. പ്രൈവറ്റ് ട്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അയാൾക്ക് മാത്രമുള്ള ട്യൂഷൻസ് ആണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു സെൽഫ് എംപ്ലോയ്മെൻ്റ് അല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യക്ക് പുറത്തും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മെട്രോ സിറ്റീസിലുമൊക്കെ വലിയ സാധ്യതകളുള്ള ഒരു സംവിധാനമാണ്. ഇന്ന് കേരളത്തിലും കേരളത്തിലെ ചെറിയ ചെറിയ നാടുകളിലുമൊക്കെ വലിയ സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ കുട്ടികൾക്ക് വേണമെന്നുള്ള ചിന്ത പാരൻസിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൾഫ് നാടുകളിലൊക്കെ വലിയ എക്സാമ്പിൾസ് ഇതിനുണ്ട്. വലിയ കമ്പനികളായി മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ടീച്ചർക്ക് കുറച്ച് സ്റ്റുഡൻസിനെ മാത്രമേ അഡ്രസ്സ് ചെയ്യാൻ പറ്റൂ. അറ്റ് എ ടൈം ഒരു സ്റ്റുഡൻറ്റിനെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 8-10 സ്റ്റുഡൻസിനെ മാത്രമായിരിക്കും അവർ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഇൻഡിവിജ്വലായിട്ടുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്, മാത്സിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിനോ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് സയൻസിനോ മാത്രമായിട്ട് ട്യൂഷൻസ് കൊടുക്കുന്ന രീതിയാണത്. ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല നല്ല ഫോക്കസും നല്ല കോൺസെൻട്രേഷനും കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്യൂഷൻ ഫീസും വളരെ കൂടുതലാണ്. എഡ്യൂക്കേഷൻ നമുക്കറിയാവുന്ന കാര്യമാണ്, അത്യാവശ്യം നല്ല മാർജിൻ ഉണ്ടാക്കുന്ന ബിസിനസ് തന്നെയാണ്. അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സസ് ആണ് നമ്മുടെ റോ മെറ്റീരിയലും ഇൻവെസ്റ്റ്മെൻറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ മാർജിൻസ് വളരെ ഷോർട്ട് ടേമിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഹ്യൂമൻ റിസോഴ്സിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. നല്ല ഹ്യൂമൻ റിസോഴ്സിനെ ഹോൾഡ് ചെയ്യുകയും അവരെ കൃത്യമായി മാനേജ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, നമ്മളുടേതായിട്ടുള്ളൊരു ബ്രാൻഡ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വലിയ സാധ്യതകളാണ് ഭാവിയിൽ പേഴ്സണലായിട്ടുള്ള ട്യൂഷൻസിന്, പ്രൈവറ്റ് ആയിട്ടുള്ള ട്യൂഷൻസിന് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് അവരുടെ വീട്ടിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടും ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള മെത്തഡോളജിയിലും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഹൈബ്രിഡ് ആയിട്ടുള്ള മെത്തഡോളജീസാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് മെത്തഡോളജിയിൽ പ്രൈവറ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്യൂഷൻസ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും കൊടുക്കാം. അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും പെർട്ടിക്കുലർ കോഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഇതിനൊക്കെ സാധ്യമാണ്. അപ്പോൾ ഇതിൻ്റെ സാധ്യത ഓരോ നിമിഷവും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും പ്ലാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ളൊരു ആക്ഷൻ പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യാം. കാരണം പ്രൈവറ്റ് ട്യൂഷൻസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ മാർക്കറ്റിംഗ് വളരെ ക്രൂഷ്യലാണ്. ഈ മാർക്കറ്റിംഗ് കൂടി ഉണ്ടെങ്കിൽ, കൃത്യമായ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ട്യൂഷൻസിന് ടേക്കേഴ്സ് ഉണ്ട്. പ്രൈവറ്റ് ട്യൂഷൻസിൻ്റെ ഫീ സ്ട്രക്ചർ വളരെ കൂടുതൽ തന്നെയാണ്. വളരെ ചെറിയ ഒരു ഫീ സ്ട്രക്ചറിലല്ല അത് വർക്ക് ചെയ്യുന്നത്. മാസ് ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ലേണിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ വളരെ ചെറിയ ഒരു ഫീലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫീ ചാർജ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരെ ടാർഗറ്റ് ചെയ്യണം, ആരാണ് ഇതിൻ്റെ ടേക്കേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരിലേക്ക് എങ്ങനെയാണ് എത്തേണ്ടത്, അവരെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യേണ്ടത്, കൺവേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഒപ്പം ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതും തീർച്ചയായിട്ടും ഈ പ്ലാൻ്റെ ഭാഗം തന്നെയാണ്. എങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കി അത് സിസ്റ്റമൈസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു കൃത്യമായ ആക്ഷൻ പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കണക്ട് ചെയ്യാം. രണ്ടാമത്തേത് സീസണൽ ആയിട്ടുള്ള ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളാണ്. സീസണൽ ഐറ്റംസിന് എപ്പോഴും ആവശ്യക്കാർ ഏറെയാണ്. അതിന് പ്രത്യേകിച്ച് കാരണം സീസണൽ ഐറ്റംസ് വാങ്ങുന്ന ആളുകളെല്ലാവരും വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്, സെലിബ്രേഷൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ്. പണ്ട് കാലത്ത് നമ്മളൊരു ഫ്ലാഗ് മാത്രമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഡ്രസ്സ് അടക്കം എല്ലാ സാധനങ്ങൾക്കും ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ഫീല് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീടുകളിലും ഓഫീസുകളിലും എല്ലാം ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത് വളരെ വലിയ രീതിയിലാണ്. അതുപോലെ തന്നെ എല്ലാ ആഘോഷങ്ങളും, അത് മദേഴ്സ് ഡേ ആയിക്കോട്ടെ, ഫാദേഴ്സ് ഡേ ആയിക്കോട്ടെ, വാലന്റൈൻസ് ഡേ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആഘോഷങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള രീതികളും സാധനങ്ങളും പ്രോപ്പുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ വലിയ തരത്തിലുള്ള സെലിബ്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു.
സീസണൽ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ സെലിബ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രം വെച്ചാൽ എല്ലാ മാസത്തിലും 2-3 സെലിബ്രേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന് അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ ഇരിക്കണം. അതിനുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് കൃത്യമായി സോഴ്സ് ചെയ്യേണ്ടതെന്ന് അറിയണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വലിയ മാർജിനാണ്, ഏകദേശം 50 മുതൽ 100% വരെ മാർജിൻ നമുക്ക് ഇത്തരം പ്രൊഡക്ട്സിൽ കിട്ടും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലുള്ള ഷോപ്പുകൾ കേരളത്തിൽ ചെറിയ രീതിയിലൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷേ ബ്രാൻഡഡ് ആയിട്ട് അത്തരത്തിലുള്ള ഷോപ്പുകൾ വളരെ കുറവ് തന്നെയാണ്. വലിയ സാധ്യതയാണ് ഇതിലുമുള്ളത്. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് വേസ്റ്റ് കളക്ഷനാണ്. ഇന്നും നഗരങ്ങളിൽ, പ്രത്യേകിച്ചും കേരളത്തിലെ നഗരങ്ങളിൽ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു കാര്യമാണ് വേസ്റ്റ് കളക്ഷൻ. കൃത്യമായ രീതിയിലുള്ള കളക്ഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വേസ്റ്റുകൾ, പലപ്പോഴും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ വേസ്റ്റ് ഉണ്ട്, പല കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റ് ഉണ്ട്, അത് കൊണ്ടുപോകാൻ ആളില്ല. സ്ഥിരമായിട്ടുണ്ടാകുന്ന റുട്ടീൻ വേസ്റ്റുകളുണ്ട്, ബയോ വേസ്റ്റുകളുണ്ട്. ഇത്തരം സാധനങ്ങൾ കൊണ്ടുപോകാൻ ആളില്ല. ഈ വേസ്റ്റുകൾ കൃത്യമായി കൊണ്ടുപോകാൻ ആളില്ല, കളക്ട് ചെയ്യാൻ ആളില്ല. ഇതൊരു റുട്ടീനായിട്ടുള്ള രീതിയിൽ ചെയ്യാനുള്ള ആളുകൾ വളരെ കുറവ് തന്നെയാണ്. അർബൻ ട്രാഷ് പോലുള്ള ചില സ്റ്റാർട്ടപ്പുകളെ ഞാൻ കാണാനിടയായി. പക്ഷേ എങ്കിൽ പോലും അത് എത്രമാത്രം എഫക്റ്റീവായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്നെനിക്ക് കൃത്യമായി ബോധ്യമില്ല. പലരും നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ സാധ്യതകൾ ഇനിയും ഒരുപാടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം ഇപ്പോഴും നമ്മളുടെ ചുറ്റുപാട് നോക്കിയാൽ ഇഷ്ടം പോലെ വേസ്റ്റ് അടിഞ്ഞു കിടക്കുന്നത് കാണാം. കൃത്യമായ സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. ഈ വേസ്റ്റ് കളക്ട് ചെയ്യുക മാത്രമല്ല, ഈ വേസ്റ്റിനെ വേർതിരിക്കുകയും ക്ലാസിഫൈ ചെയ്യുകയും കൃത്യമായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്ക് ഡിസ്പോസ് ചെയ്യുകയും ചില സാധനങ്ങളെ കൃത്യമായി ട്രേഡ് ചെയ്യുകയും ചെയ്താൽ മാത്രം ഇതിനകത്ത് നിന്ന് ഷോർട്ട് ടേമിൽ വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും ഇതിൽ മെറ്റൽ പാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മെറ്റൽ പാർട്ടുകളും പേപ്പർ പാർട്ടുകളും പ്ലാസ്റ്റിക് പാർട്ടുകളും ഒക്കെ കൃത്യമായി വേർതിരിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായ സ്ഥലങ്ങളിൽ സെല്ല് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വലിയ പ്രോഫിറ്റബിലിറ്റി ഒളിഞ്ഞു കിടപ്പുണ്ട്. സ്ക്രാപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ പ്രോഫിറ്റബിലിറ്റിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിവുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വലിയ പ്രോഫിറ്റബിലിറ്റിക്കുള്ള സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ കൃത്യമായി ഓർഗനൈസ്ഡായി കൃത്യമായിട്ടുള്ള രീതിയിൽ സെല്ല് ചെയ്യാനുള്ള ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് സെല്ലിംഗ് പോയിന്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 3 ബിസിനസ്സുകളും ഷോർട്ട് ടേമിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്ന ബിസിനസ്സുകളാണ്. ചുരുക്കി പറഞ്ഞാൽ വേണമെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ഇട്ട തുകയെല്ലാം പൂർണ്ണമായും തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ബിസിനസ്സുകളെല്ലാം സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാം. ഈ ബിസിനസ്സുകളിലെല്ലാം നിങ്ങൾക്ക് ബ്രാൻഡും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് സ്വന്തമായി ഒരു ബ്രാൻഡ് ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ളൊരു കൺട്രോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മൊണോപ്പൊളി ആ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബ്രാൻഡ് വാല്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേ പറ്റും. ഒരു പ്രത്യേക കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ, ഈ ഒരു സെഗ്മെൻറ്റിൽ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ആ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് താല്പര്യവും അറിവും എക്സ്പെർട്ടീസും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഇറങ്ങണം. ഇത് നിങ്ങളുടേതായിട്ടുള്ളൊരു ബ്രാൻഡാക്കി വളർത്തിയെടുക്കണം. വലിയ സാധ്യതകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ കൃത്യമായ ഒരു പ്ലാനോട് കൂടി മാത്രം പോകാൻ തീരുമാനിക്കുക. All the best.